അവിടുന്ന് ഇങ്ങോട്ടാ എടുത്ത് എന്നെ എറിഞ്ഞത്. എടുത്ത് എറിയുമായിരുന്നില്ലേ? സാറ് നിക്കുന്ന ഇവിടോട്ട് എടുത്ത് എറിയുമായിരുന്നു. ഇതിന്റെ മോളെയായിരുന്നു. എന്താ ദൈവം, ഇതിനെയായിരുന്നോ? ആ നാടെ കാലൊക്കെ നോക്ക്. സാറെ പ്രതിയെ പിടിച്ചോ. ഒരാളെ കിട്ടി. അച്ഛനെ സുനിൽകുമാർ. മകനെ കിട്ടിയില്ല. മകൻ ഒളിവിലാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പത്തനാപുരത്ത് നിന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും അതുപോലെ മകനും ചേർന്ന് അയൽവാസിയായ ഒരു സഹോദരി വീട്ടിൽ CCTV സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ അവരെ വീട്ടിൽ കയറി വലിച്ച് താഴിട്ട് തല്ലുന്ന ഒരു വീഡിയോ അവരുടെ തന്നെ CCTVയിൽ പതിഞ്ഞതാണ് ഈ ഒരു ചിത്രം. എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരു വർഷത്തിലധികമായി അയൽവാസികൾ തമ്മിൽ വാക്കുതർക്കവും അതുപോലെ പ്രശ്നങ്ങളും പതിവാണ്. അതുപോലെ തന്നെ പല പ്രാവശ്യം ഈ വാക്കുതർക്കങ്ങൾ അടിയുടെ വക്കിൽ വരെ എത്തുകയും അതിനുശേഷം പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പതിവ് ഈ ഒരു രണ്ട് അയൽവാസികൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം ഇന്ന് ഉച്ചതിരിഞ്ഞ് ഈ അയൽവാസിയായ സുനിൽകുമാറും അതുപോലെ തന്നെ മകനായ മിഥുനടക്കം അമ്മയടക്കം ആ വീട്ടിലെത്തുകയും ആ സഹോദരിയെ വീട്ടിൽ നിന്ന് വിളിച്ച് അവർ പുറത്തേക്ക് വരാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ പിടിച്ചു വലിച്ച് താഴത്തെ കണ്ടത്തിലേക്ക് എറിയുന്ന, പറമ്പിലേക്ക് എറിയുന്ന ഒരു CCTV ദൃശ്യമാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. വളരെ വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിയാണ്. എന്ത് തന്നെ വന്നാലും അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ മകൻ എന്ന് പറയുന്നത് ചെറിയ മകനൊന്നുമല്ല. ഷർട്ട് പോലും ഇടാതെ ബോഡിയൊക്കെ കാണിച്ച് നിങ്ങൾ കണ്ടു കാണും. ആ സഹോദരിയുടെ കൈ പിടിച്ച് വലിച്ച ഒരു ഏറാണ്. ആ ഏറിൽ അവിടെ പോയി വീകുന്നത് അമ്മയും അതുപോലെ തന്നെ മകളും ഒന്നിച്ചാണ്. എന്നിട്ട് കാര്യമായ പരിക്കുകൾ രണ്ടുപേർക്കും പറ്റി എന്നുള്ളതാണ്. ഏതായാലും പത്തനാപുരം പോലീസ് ഈ ഒരു സംഭവത്തിൽ ഏതായാലും കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അച്ഛനായ സുനിൽകുമാറിനെ ഏതായാലും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മകനായ മിഥുൻ എന്ന് പറയുന്ന വ്യക്തി ഏതായാലും ഇപ്പോൾ ഒളിവിലാണ്. പിടിക്കാൻ വേണ്ടി പോലീസിന് കിട്ടിയിട്ടില്ല. അദ്ദേഹമാണ് കേസിലെ രണ്ടാമത്തെ സാക്ഷി. മൂന്നാമത്തെ ആൾ അമ്മയാണ്. പക്ഷേ അമ്മയെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടില്ല പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ തമ്മിൽ വാക്കുതർക്കം പതിവായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ വന്നിട്ട് വെല്ലുവിളികളും അതുപോലെ തന്നെ തല്ലാനുള്ള ശ്രമവും ഇതിൻ്റെ മുന്നേയും ഈ അച്ഛനായ സുനിൽകുമാർ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു രക്ഷയുമില്ലാതെ വന്ന സമയത്താണ് ഈ സഹോദരി ഒരു ഐഡിയ കണ്ടത്. കാരണം CCTV എൻ്റെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ വന്ന് പറയുന്ന തെറികളും അതുപോലെ തന്നെ അടിക്കാൻ വരുന്നതും എല്ലാം CCTVയിലാക്കിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തെളിവ് സഹിതം ഒരു പരാതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സഹോദരി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതും അയൽവാസികൾക്ക് പിടിച്ചില്ല. ആ പിടിക്കായ്മയാണ് അവസാനം ഇത്രയും വലിയ ഒരു അക്രമത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് സുനിൽകുമാറിനെയും മകൻ മിഥുനെയും ഒപ്പം അവൻ്റെ അമ്മയെയും പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് വൈറലായ CCTV ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അവിടുന്ന് ഇങ്ങോട്ടാ എടുത്ത് എന്നെ എറിഞ്ഞത്. എടുത്ത് എറിയുമായിരുന്നില്ലേ? സാറ് നിക്കുന്ന ഇവിടോട്ട് എടുത്ത് എറിയുമായിരുന്നു. ഇതിന്റെ മോളെയായിരുന്നു. എന്താ ദൈവം, ഇതിനെയായിരുന്നോ? ആ നാടെ കാലൊക്കെ നോക്ക്. സാറെ പ്രതിയെ പിടിച്ചോ. ഒരാളെ കിട്ടി. അച്ഛനെ സുനിൽകുമാർ. മകനെ കിട്ടിയില്ല. മകൻ ഒളിവിലാണ്. അവിടുന്ന് ഇങ്ങോട്ടാ എടുത്ത് എന്നെ എറിഞ്ഞത്. എടുത്ത് എറിയുമായിരുന്നില്ലേ? സാറ് നിക്കുന്ന ഇവിടോട്ട് എടുത്ത് എറിയുമായിരുന്നു. ആരാ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന, മോനായിരുന്നു അച്ഛനായിരുന്നു? ഏറ്റവും കൂടുതൽ അച്ഛനാ പ്രശ്നം ഉണ്ടാക്കുന്നത്. സുനിൽകുമാർ എവിടുത്തുകാരനാണെന്ന് അറിയത്തില്ല. നമുക്കൊന്നും അറിയത്തില്ല. തുടങ്ങിയതല്ല, ഇയാള് കാരണം ഇവിടുന്ന് 4 വീട്ടുകാർ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ അമ്മയും ഓണറും കൂടെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അതിനെ ചൊല്ലിയായിരുന്നു തർക്കം ഉണ്ടായത്. മാത്രമല്ല അപ്പുറത്തൊരു കുഞ്ഞു ചെറുക്കൻ 9ൽ പഠിക്കുന്ന ചെറുക്കനുണ്ടായിരുന്നു. അവനെ എന്നെ വെച്ച് വൃത്തിയടക്കം പറയുകയൊക്കെ ചെയ്ത് അതൊക്കെ ചോദിച്ചപ്പോ ഒക്കെ ഭയങ്കര വിഷയമായിരുന്നു. അങ്ങനെ ആ വീട്ടിലുള്ള കുഞ്ഞും ഒക്കെ മാറിപ്പോയി. അത് കഴിഞ്ഞ് മെനഞ്ഞാന്ന് ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ബക്കറ്റും ചൂലും എടുത്തോണ്ട് പോയി. അമ്മ രാവിലെ മുറ്റം തൂക്കാൻ ചൂല് നോക്കിയപ്പം കണ്ടില്ല. അപ്പൊ എന്നോട് അമ്മ പറഞ്ഞ് ക്യാമറ നോക്കാൻ പറഞ്ഞു. ക്യാമറ ഞാൻ നോക്കിയപ്പോ രാത്രി 8:30 ആയപ്പോ പതുക്കെ ചൂലെടുത്ത് പിന്നെ ബക്കറ്റ് എടുത്ത് കൊണ്ടുവന്നു. അപ്പൊ രാവിലെ ഇത് പോയി ചോദിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ നമുക്ക് പോയി ചോദിക്കാന്ന് പറഞ്ഞു. ചോദിച്ചപ്പം അയാൾ കൈ മലത്തി, അയാൾക്കൊന്നും അറിയത്തില്ല, തെളിവുണ്ട്. ഞാൻ പറഞ്ഞ തെളിവുണ്ടെന്ന് പറഞ്ഞു. തെളിവ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിക്കേണ്ടവരെ കാണിച്ചോളാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇയാൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അമ്മ എന്തിനാ കേസ് കൊടുക്കുക? അതിന് അമ്മയുടെ മെക്കെട്ട് കയറി അമ്മയെ ചീത്ത വിളിക്കുകയും മോശമായിട്ട് കുറെ അസഭ്യം പറയുകയൊക്കെ ചെയ്തു. അതൊക്കെ അയാള് ഈ വീട്ടിലെ പേരെന്താണ്? സുനിൽകുമാർ. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മള് വാടകയ്ക്ക് താമസിക്കുന്നത് എല്ലാം ഓരോ ഓണറിന്റെ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഞാനിവിടെ അമ്മ തുണി കഴുകുന്ന നോക്കി നിൽക്കുമായിരുന്നു. വേറെ ചൂലില്ലല്ലോ, എന്തോ ചെയ്യും. ഇതിനു മുമ്പും കുറെ സാധനം വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. വിറകായാലും ഇതിനു മുമ്പ് കുറെ ചൂലും കാര്യങ്ങളൊക്കെ. തീരെ സഹി കെട്ടിട്ട് ഞങ്ങൾ എത്രയും പൈസ മുടക്കി വെച്ചത് തന്നെ. അത്ര സഹി കെട്ടിട്ടാ വെച്ചത്. അങ്ങനെ പിന്നെ ഇത് ഞങ്ങള് ചോദിച്ചു
ചോദിച്ചതിന്റെ പേരില് കുറെ തെറി വിളിക്കുകയും മോശമായിട്ട് ഓരോന്ന് കാണിക്കുകയും ഒക്കെ കാണിച്ചു. അപ്പൊ എനിക്കത് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. കാരണം അത്രയ്ക്ക് വൃത്തികേടായിട്ടാ സംസാരിച്ചേ. അങ്ങനെ ഞാനും തീരെ സൈ കിട്ടപ്പം ഞാനും തിരിച്ചു പറഞ്ഞു. ഇതിനു മുമ്പും കുറെ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് വെറുതെ തെറി വിളിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. ഒക്കെ നമ്മൾ മാക്സിമം ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ച് ഒഴിഞ്ഞു മാറി കൊടുത്തോണ്ടിരുന്ന. ഒരു വർഷം ഇന്ന് രാവിലെ മോട്ടർ ഇട്ടിട്ട് വെള്ളം നിറഞ്ഞു പോവായിരുന്നു. മോട്ടർ തുളുമ്പി പോവായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് ഇതെന്തിന് ഇത്രയും വെള്ളം ഉണ്ടായിട്ടും ഇട്ട് കളയുന്നതെന്ന് ചോദിച്ചതിന് അതിന്റെ ഇവിടെ നിന്ന് അവരുടെ ഭാര്യ എന്നെ അവരുടെ ഭാര്യ എന്നെ ഇവിടെ നിന്ന് ചീത്ത വിളിച്ചു. ഞാൻ ഇത് കേട്ട് ഞാൻ പറഞ്ഞ എന്നെ വിളിക്കണേ, നിങ്ങളെ വീട്ടിലുള്ളവർ നിങ്ങൾ തിരിച്ച് വിളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവരുടെ മോനും അവരുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ വന്ന് ഞാൻ വാതിലിൽ നിൽക്കുമായിരുന്നു. കഥവാണെങ്കിൽ തള്ളി തുറക്കുക. ഞാൻ അടിയിലത്തെ കഥവ് തുറന്നിട്ടില്ലായിരുന്നു. എന്റെ കുറെ 2 വട്ടം എന്റെ ചെള്ളക്കടിച്ച് ഞാൻ ഇങ്ങനെ തടയാൻ ശ്രമിച്ചു. എന്റെ കൈ അപ്പൊ തന്നെ അവരുടെ അമ്മ വന്ന് എന്റെ മുടിയിലും പിടിച്ച് അയാള് പിടിച്ച് കയ്യിലും പിടിച്ച് എന്നെ എടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങി. ഞാൻ കാലിനിപ്പോ ചതവുണ്ട്, പിന്നെ മുറിവുണ്ട്, ഇപ്പം ഡ്രസ് ചെയ്തേക്കുക. ഏതായാലും സ്വന്തം വീട്ടിൽ CCTV സ്ഥാപിച്ചതിന് അയൽവാസികളോട് അടികൊള്ളേണ്ടി വരുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ സഹോദരിയുടെ പറമ്പാണ്, അവരുടെ വീടാണ്, അവരുടെ പൈസ കൊടുത്ത് അവരുടെ വീട്ടിലൊരു CCTV വെച്ചതിന് അയൽവാസികൾക്ക് എന്ത് കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ വാക്ക് തർക്കം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഏകദേശം മാസങ്ങളുടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ തന്നെ പാരമ്പര്യം അതിനുണ്ട്. അത് പല ആവർത്തി ഞാൻ പറഞ്ഞതുപോലെ തർക്കങ്ങൾ ചിലപ്പോൾ അടികൾ വരെ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവനിലും അവരുടെ സ്വത്തിലും അവർക്ക് പ്രയാസവും വിഷമവും പേടിയും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ അടിക്കാനും ചീത്ത പറയാനും വരുന്നത്. കുടുംബം ഒന്നായിട്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ ഞെട്ടിക്കും. സ്വാഭാവികമായിട്ടും പല സ്ഥലത്തും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അച്ഛനാണ് പ്രശ്നത്തിന് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അമ്മ തടയുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി അതല്ല മകനാണ് പോകുന്നത് എങ്കിൽ അച്ഛനും അമ്മയും കൂടി തടയുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഒരു വെറൈറ്റിയാണ്. കാരണം അച്ഛനും അമ്മയും മകനും ഒന്നിച്ചിട്ടാണ് ഈ കുടുംബത്തെ നേരിടാൻ വേണ്ടിയിട്ട് വരുന്നത്. സ്ത്രീകളോടാണ് ഈ ഒരു വൃത്തികേട് കാണിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ വ്യാപ്തി ഏതായാലും പത്തനാപുരം പോലീസ് മനസ്സിലാക്കി CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ആദ്യമായിട്ട് അവരുടെ അച്ഛൻ സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഏതായാലും റിമാൻഡിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത് തന്നെ ഏതായാലും മകനായ മിഥുനെയും പോലീസ് അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിനുള്ള വ്യാപകമായ തെരച്ചിലും മറ്റു പരിപാടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു സ്ഥലത്തും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റിയ ഒരു കാര്യമല്ല. അവരുടെ വീട്ടിൽ CCTV വശവുമായി ബന്ധപ്പെട്ട് അടുത്ത കുടുംബത്തിന് യാതൊരു പ്രശ്നവും അവർ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഏതായാലും ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളും ഈ വഴക്കുകളും എല്ലാം ഒരുപാട് കാലത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രക്രിയയിലേക്ക് അമ്മയും അച്ഛനും മകനും പോയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ മകനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ഈ നടപടികൾ പെട്ടെന്ന് തന്നെ പോലീസ് എടുത്തത് വലിയ ഒരു കാര്യമാണ് എന്നാണ് ഈ കുട്ടിയുടെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.